ഹായ് ഗൈസ്, പിക്സൽ വൈസിൻ്റെ പിക്സ് 5 ടോക്കൺസിൻ്റെ എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ ക്ലൈമിംഗ് ഓപ്ഷൻസൊക്കെ തന്നെയും വന്നിട്ടുണ്ട്. സോ ആർക്കൊക്കെയാണ് എയർ ഡ്രോപ്പ് എലിജിബിലിറ്റി ഉള്ളതെന്നും എങ്ങനെ അത് ക്ലൈം ചെയ്തെടുക്കാമെന്നും അതെങ്ങനെ വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാമെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ടെലഗ്രാം ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ ലെവൽ 10 ആണ്. സോ നിങ്ങളോടൊക്കെ മാക്സിമം ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. അതായത് മെയിൻ ബാലൻസ് അനുസരിച്ചാണ് ഈ എയർ ഡ്രോപ്പ് കൊടുക്കുന്നത് പറഞ്ഞിരുന്നു. എന്നാൽ അവസാനം എയർ ഡ്രോപ്പ് കൊടുത്തപ്പോൾ ലെവൽ മാത്രമാണ് അതിന് ക്രൈറ്റീരിയ വെച്ചത്. സോ പലർക്കും എയർ ഡ്രോപ്പ് നഷ്ടമായിട്ടുണ്ട്. സോ ഞാൻ ലെവൽ 10 ആക്കിയതുകൊണ്ട് തന്നെ എനിക്ക് എയർ ഡ്രോപ്പ് ലഭിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കൊക്കെ എയർ ഡ്രോപ്പ് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഇവിടെ താഴ്ഭാഗത്ത് ഒരു ക്ലൈം ബട്ടൺ നിങ്ങൾക്ക് വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു NFT മിൻ്റ് ചെയ്യാനായിട്ട് വന്ന് കാണാൻ പറ്റും. സോ അതിന് ഇനിയും 5 days കഴിയണം. സോ ഇവിടെ ലെജൻഡറി ലെവലിലുള്ള ഒരു NFT ആണ് ലഭിച്ചിട്ടുള്ളത്. സോ ഓരോരുത്തർക്കും നമ്മുടെ ലെവൽ എത്രത്തോളം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് NFTs കിട്ടുന്നത്. സോ 1 ഉം 2 ലെവലിലൊക്കെ ഉള്ളവർക്ക് കോമൺ ആയിട്ടുള്ളൊരു NFT കിട്ടും. പിന്നെ 3 മുതൽ 6 വരെയുള്ളവർക്ക് ഒരു 5 വരെയുള്ളവർക്ക് അൺകോമൺ ആയിട്ടുള്ളൊരു NFT കിട്ടും. അതുപോലെ തന്നെ 6 മുതൽ 9 വരെയുള്ളവർക്ക് എപ്പിക്കും, അതുപോലെ 10 ആക്കിയവർക്ക് ലെജൻഡറി ആയിട്ടുള്ള NFT ആണ് ലഭിക്കുന്നത്. സോ നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ എയർ ഡ്രോപ്പ് എത്രയാണ് കിട്ടിയിട്ടുള്ളത് കാണാൻ പറ്റും. സോ ലെവൽ 6 വരെ ആക്കിയവർക്ക് എയർ ഡ്രോപ്പ് ലഭിക്കുന്നുണ്ട്. അവരുടെ ലെവൽ എത്രത്തോളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ളൊരു എയർ ഡ്രോപ്പ് അവർ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. സോ ഇവിടെ ക്ലെയിം പിക്സ് 5 എന്നുള്ള ഭാഗം വന്നിട്ടുണ്ടാവും. സോ അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്തിരിക്കണം. ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ മുകളിൽ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഞാൻ OKX വാലറ്റാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഡാഷ്ബോർഡിൻ്റെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത ശേഷം കോപ്പി ചെയ്ത ശേഷം നിങ്ങളുടെ വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് വാലറ്റിൽ ആ ഒരു ലിങ്ക് സെർച്ച് ചെയ്ത ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഡാഷ്ബോർഡിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അക്കൗണ്ട് വാലറ്റുമായിട്ട് കണക്ട് ചെയ്യുക. സോ ഞാനിവിടെ ഓൾറെഡി വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വാലറ്റിൽ പോവുക. വാലറ്റിൽ പോയതിന് ശേഷം മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് അഡ്രസ്സ് കോപ്പി ചെയ്യാനുള്ളൊരു ഭാഗം വന്നിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം എതേറിയം വാലറ്റ് അഡ്രസ്സാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. അത് ഞാനിവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ വീണ്ടും ക്ലൈം എന്നുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. ക്ലൈം ഭാഗത്തേക്ക് പോയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലൈം പിക്സ് FI എന്നുള്ള ഭാഗം കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എഴുതിയ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അതായത് എക്സ്ചേഞ്ചിൻ്റെ വാലറ്റ് അഡ്രസ്സ് ഒരു കാരണവശാലും നിങ്ങൾ ലിങ്ക് ചെയ്യുകയും അത് കൊടുക്കുകയും ചെയ്യരുത്. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എയർ ഡ്രോപ്പ് മിസ്സാവും. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വാലറ്റ് എക്സ്ചേഞ്ചിൻ്റെ അല്ലാത്തൊരു Web3 വാലറ്റിൻ്റെ അഡ്രസ്സ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് മെറ്റാമാസ്ക് ആവട്ടെ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് ആവട്ടെ, ഏതാണെങ്കിലും നിങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത ഒരു വാലറ്റിൻ്റെ അഡ്രസ്സേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു കാരണവശാലും എക്സ്ചേഞ്ചിൻ്റെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കരുത്. ഇവിടെ അത് പേസ്റ്റ് ചെയ്ത ശേഷം ക്ലൈം പിക്സ് FI എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എയർ ഡ്രോപ്പ് ക്ലെയിം ആയത് കാണാൻ പറ്റും. സോ ഞാനിതിവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് പിന്നീട് പറയാം, നിങ്ങളും ചെയ്തു വെക്കാം. അതിനുശേഷം ഇവിടെ ഗോ ടു സ്റ്റേക്കിംഗ് എന്നുള്ള ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ഭാഗമാണ് കാണാൻ പറ്റുന്നത്. സോ അതിൽ ക്ലിക്ക് ചെയ്യാം. ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ട് വരും. സോ OKX വാലറ്റുമായിട്ട് ഞാൻ വീണ്ടും കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. സോ 5.2K ഇവിടെ എന്തായിട്ടുണ്ട്, സ്റ്റേക്കിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇതെങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യേണ്ട, എങ്ങനെ വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വിഡ്രോ ഓപ്ഷൻ വരും. പക്ഷേ നിങ്ങൾ വിഡ്രോ ചെയ്യേണ്ടതില്ല. കാരണം ഇപ്പോൾ വിഡ്രോ ചെയ്താൽ നിങ്ങൾക്ക് 10% മാത്രമേ, ഇപ്പോൾ ഉള്ള എയർ ഡ്രോപ്പിൻ്റെ 10% മാത്രമേ ലഭിക്കുകയുള്ളൂ. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺസ്റ്റേക്ക് എന്നുള്ള ഭാഗം കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10% കിട്ടുള്ളൂ. അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എപ്പോഴാണ് വിഡ്രോ ചെയ്യേണ്ടത് എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറയും. ആ ഒരു സന്ദർഭത്തിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വിഡ്രോ ചെയ്താൽ മതി. അല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഇത് വിഡ്രോ ചെയ്യേണ്ട. സോ ഇത്രയുമാണ് ഇന്ന് ഇതിൽ ചെയ്യാനുള്ളത്. ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.